വാർത്തകളിലേക്ക്. പന്തളം നഗരസഭയിൽ അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ തവണ BJP ഭരണം നേടിയ നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. പന്തളം ടൗൺ ഡിവിഷൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ അജിത് ആർ പിള്ളയുടെ വീടുകൾ കയറിയുള്ള പ്രചാരണം അവിടെ നിന്ന് കാണാം. റിട്ടയർഡ് അധ്യാപകനും സംസ്ഥാന പാഠപുസ്തക നിർമ്മാണ സമിതി അംഗവും കൂടിയാണ് അജിത് ആർ പിള്ള. പ്രധാനപ്പെട്ട BJPയുടെ ഒരു കേന്ദ്രമായിട്ടാണ് അവർ പന്തളം നഗരസഭയെ കാണുന്നത്. ഇത്തവണ പന്തളം നഗരസഭ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇടതുമുന്നണിക്കുണ്ടോ? പന്തളം BJPയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണെന്ന് പറയുന്നതൊക്കെ പൊള്ളയ അവകാശവാദമാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1-2 തവണ ഈ പഞ്ചായത്തായിരുന്നപ്പോഴും മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വിശിഷ്യമായ ചില പ്രത്യേകതകൾ, കഴിഞ്ഞ തവണ പ്രത്യേകമായ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഒന്ന്, ശബരിമല അയ്യപ്പൻ്റെ പ്രശ്നം ഒരുപാട് ആളിക്കത്തിച്ചുകൊണ്ട് അവരും കോൺഗ്രസും പരമാവധി പരിശ്രമിച്ചു. അതിൽ വിജയിച്ചത് BJP ആണ് എന്നുള്ളതാണ്. ഈ നഗരസഭയ്ക്ക് കീഴിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. അത്തരത്തിലുള്ള ഒരു വികസനം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ നഗരസഭയ്ക്ക് കീഴിൽ ഉണ്ടായിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ ഇവിടെ പമ്പ് ചെയ്ത് ഈ നാടിനെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമാണ് ഇറങ്ങിപ്പോകുന്നത്. നോക്കൂ, ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് അത് പുതുക്കി പണിയുന്ന കാര്യത്തിൽ 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. തൊട്ടടുത്ത അടൂർ മുനിസിപ്പാലിറ്റി ആ മേഖലയിൽ നടക്കുന്ന വികസന പരിപാടികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. പിന്നെ അവരെന്ത് വികസനത്തെക്കുറിച്ച് പറയാനാണ്? അധ്യാപകനാണല്ലേ, അധ്യാപകർ പൊതുസമ്മതരാവാറുണ്ട് പലപ്പോഴും. വീടുകൾ കയറുമ്പോൾ എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? വളരെ സന്തോഷത്തോടെയും ഒരു പരിധിവരെ അത്ഭുതത്തോടു കൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനും ആ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി പുറപ്പെടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, വിജയിച്ചാൽ തീർച്ചയായും ഈ നാടിനും അത് പ്രയോജനപ്പെടുമെന്നാണ് മുന്നണി കരുതുന്നത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇടതുമുന്നണി പ്രചരണം ആരംഭിച്ചു. ഈ 26-ാം ഡിവിഷൻ നിലവിൽ BJPയുടെ കയ്യിലാണ്. 26-ാം ഡിവിഷൻ ഉൾപ്പെടെ പന്തളം നഗരസഭ ഒന്നാകെ പിടിച്ചെടുക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.